പിന്നെ നാസൈ ഇന്നലെയാണ് ഞാൻ പോയി പടം കണ്ടത്. പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ആവറേജ് പടം എന്ന് വേണമെങ്കിൽ പറയാം. 2 മണിക്കൂറും 16 മിനിറ്റ് ആണ് ഈ സിനിമ ഉള്ളത്. അതിൽ ഒരു 3/4 ഭാഗം ബോറടിക്കും നിങ്ങൾക്ക്. കാരണം ഇതങ്ങനത്തെ ഒരു ടൈപ്പ് പടമാണ്. അങ്ങനെയാണ് ഈ പടത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോയിക്കുന്നത്. ഭയങ്കര സ്ലോ ബേസാണ്, ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള പടമാണ്. ഒരു തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നുമില്ല, ഒരു ഫിക്ഷൻ ഒന്നുമില്ല ഈ സിനിമയിൽ എന്ന് പറയുമ്പോൾ. ഒരു ചെറിയൊരു കഥ, അത് ആ കഥ അത്ര തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെറിയൊരു കഥ സിനിമയ്ക്ക് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ഒരു ചെറുകഥ സിനിമയ്ക്ക് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് ഈ സിനിമ എന്ന് പറയണത്. ഭയങ്കര ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്തിട്ട് പോരുത്. എക്സ്പെക്റ്റ് ചെയ്യാനുള്ള ഒന്നും ഈ സിനിമയിൽ എക്സ്പെക്റ്റ് ചെയ്യാണ്ട് പോയാലും നിങ്ങൾക്ക് ബോറടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ഹാഫ് ഒരു അരമണിക്കൂറിന് മേലെ ലാഗാണ്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിലൊരു സോങ് വരുന്നുണ്ട്. അതിൻ്റെ ഒന്നും ഒരു കത്തക് സോങ്ങാണ്, ഒരു ഡാൻസ് ഒക്കെയാണ്. അപർണ ബാലമുരളിയാണ് ചെയ്തത്. അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട്. പക്ഷേ ബോറടിക്കും. ആ സോങ്ങിൻ്റെ ആവശ്യം ഇതിൽ ഉണ്ടായിരുന്നോ എനിക്കറിയില്ല. ആ സിറ്റുവേഷനിൽ അതിൻ്റെ ഒരു ആവശ്യം അവിടെ ഇല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ പ്രണയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രണയത്തിനായിട്ട് ഉപരി സ്നേഹമാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. സ്ക്രിപ്റ്റ് നൈസാണ്. കാരണം തുടക്കം തൊട്ട് അവസാനം വരെ ഇവർ കാണിക്കണ ഓരോ സീനുകളും വെറുതെ ഒരു സീനിന് വേണ്ടിയിട്ടല്ലാണ്ട് അവസാനത്തിലേക്ക് കണക്റ്റ് ആവുന്ന രീതിയിലുള്ള കുറേ സീനുകളും കുറേ കഥാപാത്രങ്ങൾ ഇതിലൊക്കെ ഉണ്ട്. അത് വളരെ സ്ക്രിപ്റ്റിൻ്റെ ഒരു ഗുണമാണ്. അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ദ്രൻ ചേട്ടൻ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ആൾക്ക് പീക്കായിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ അല്ല അത്. ഭയങ്കര അധികം സംസാരിക്കാത്ത, എന്നാൽ ആവശ്യങ്ങൾക്ക് മാത്രം സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ നടീനെ കുറിച്ച് പറയേണ്ട, കാലങ്ങൾക്ക് ശേഷമാണ് തിരിച്ചു വന്നിരിക്കുന്നത്. നടിയുടെ ആക്ടിങ്ങിനേക്കാൾ ഉപരി നോയ്സ് ഉണ്ട്. സോറി ഗൈസ്, ഞാൻ വണ്ടിയുടെ ഉള്ളിൽ ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. ബാക്കിൽ നല്ല ബ്ലോക്കാണ്. അപ്പോൾ അത് പോയിട്ട് എടുക്കല്ലേ അല്ലേ നല്ലത്. അപ്പോൾ ഗൈസ്, നടിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേർക്ക് കണക്റ്റ് ആവണ ഒരു ക്യാരക്ടറാണ്. കാരണം നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റാണ്ട് പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണ ഒരു ഇതാണ്. പക്ഷെ അത് സമയം വൈകി പോയിട്ട് കാണിക്കണ ഒരു മെസ്സേജ് കൂടിയിട്ടുള്ള ഒരു ക്യാരക്ടറും കൂടിയാണ്. അതാണ് ഈ സിനിമയുടെ മെയിൻ എന്ന് പറയുന്നത്. നടിയുടെ ആ ഒരു എന്താ പറയുക, ഇമോഷൻ മാറുന്നത് കറക്റ്റായിട്ട് എക്സ്പ്രഷനിലൂടെ നടി ചെയ്തിട്ടുണ്ട്. അതെനിക്കിഷ്ടമായി. ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ഓവറായിട്ട് 2 പേരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പ്രേമിച്ച് തകർത്തോന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടുകൊടുത്തിട്ടൊന്നുമില്ല. തുമ്പിയെ കൊണ്ട് കല്ലിരിപ്പിക്കുക എന്നൊക്കെ പറയണ പോലെ അങ്ങനത്തെ ഒരു പരിപാടി ഒന്നും ഇല്ല ഇതില്. ആൾക്ക് ആ ഒരു ക്യാരക്ടറിന് വേണ്ട സാധനമാണ്. ഈ സിനിമയിലുള്ള 2 ക്യാരക്ടേഴ്സിന് വേണ്ട ഒരു വയസ്സായിട്ടുള്ള ഒരു ആൾക്കാരിൻ്റെ ഒരു കഥയാണ് കാണിക്കുന്നത്. അവർ തമ്മിലുള്ള കണ്ടുമുട്ടലും അവർ തമ്മിൽ പ്രണയമാവുന്നുണ്ടോ അല്ലെങ്കിൽ എന്താവാത്ത അതിൻ്റെയൊക്കെ ഓരോ കാരണങ്ങളൊക്കെ വിശദീകരിച്ചിട്ട് ചെയ്യണ ഒരു സ്റ്റോറിയാണിത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഇമോഷൻസ്, അതിനനുസരിച്ചിട്ടുള്ള ആക്ടിങ് മാത്രമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ കാസ്റ്റാണ് ഈ സിനിമയിൽ വന്നിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ടുണ്ട്. സിനിമോഗ്രാഫി അടിപൊളിയായിട്ടുണ്ട്. ഇൻ്റർവെല്ല് കഴിഞ്ഞ് സിനിമയുടെ ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ ഒരു അരമണിക്കൂർ ഒക്കെയാണ് നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നുന്നത്. അതുവരെ നല്ല രീതിയിൽ ലാഗ് ഫീൽ ചെയ്യും. ഇത് ഫാമിലി ഓഡിയൻസിന് വേണ്ടി മാത്രമുള്ള ഒരു സിനിമയാണ്. ഒരു ഇമോഷൻ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. എന്നെപ്പോലെ പ്രായമുള്ളവരൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടാവില്ല ഗൈസ്. എനിക്കിഷ്ടമായി, പക്ഷേ ഏവറേജ് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എനിക്കിഷ്ടമായി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ അത് നമ്മുടെ കുറ്റമായിട്ട് വരുള്ളൂ. അപ്പോൾ അത് കാരണമാണ് ഞാനിങ്ങനെ റിവ്യൂ ചെയ്യണത്. നല്ലൊരു ചെറുകഥ, നമ്മൾ ബാലരമയിലൊക്കെ വായിച്ചു പോണ ഒരു ചെറിയൊരു കഥ, അങ്ങനെ വേണം പറയാനായിട്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും പറയണ്ട, ചെയ്തേക്കണ ചക്കനാണ് ഗോവിൻ വസന്ത. അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആളുടെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ സിനിമയ്ക്ക് വേണ്ട, ഈ ഒരു കഥയ്ക്ക് വേണ്ട ഒരു സാധനം തന്നെ ആളും ചെയ്തിട്ടുള്ളത്. എല്ലാവരുടെ പീക്ക് ഇതിൽ കിട്ടില്ല. ഇത് അത്രയും ചെറിയൊരു കഥയാണ്, അത്രയും ചെറിയൊരു സിനിമയാണ്, അത്രയും ലോ ബഡ്ജറ്റ് സിനിമയാണ്. അപ്പോൾ അത്രയ്ക്ക് നിങ്ങളിത് പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ ഫാമിലി ഓഡിയൻസിനാണ് ഞാനിത് സജസ്റ്റ് ചെയ്യുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.